നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ക്രാഫ്റ്റാണ്. ക്രിസ്മസ് സാന്താക്ലോസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബൾബ് വെച്ചിട്ടാണ്. ഒരു ബൾബിനെ നമുക്ക് സാന്താക്ലോസായി മാറ്റാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു ബൾബ്, LED ബൾബ് അല്ലെങ്കിൽ സാധാ ബൾബ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫാബ്രിക് കളർ, ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്, ഒരു മാർക്കർ, ഒരു ഗ്ലൂ ഗണ്ണ്, കത്രിക, കുറച്ച് കോട്ടൺ, കുറച്ച് കളർ A4 പേപ്പർ, ഒരു ചെറിയ ഷീറ്റ് കാർഡ്ബോർഡ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ബൾബിൽ നമ്മൾ കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ബൾബിനെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യണം. മാർക്കർ എടുത്തിട്ട് ഏകദേശം ഈ ഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഏകദേശം ഈ ഭാഗം വരെ നമ്മൾ റെഡ് കളർ അടിക്കുന്നു. അതിനുശേഷം ഈ ഭാഗം ഓറഞ്ച് കളർ അടിക്കുന്നു. കളർ അടിക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. റെഡ് കളർ, ഓറഞ്ച് കളറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കളർ ചെയ്ത് തുടങ്ങാം അല്ലേ. റെഡ് കളർ അടിച്ച് തീർന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നമ്മൾ ഓറഞ്ച് കളർ ഫില്ല് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പം ബാക്കി ഭാഗത്ത് ഓറഞ്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കണം. ഇത് ഉണങ്ങുമ്പോഴത്തേനും നമുക്ക് വേറെ കുറേ പരിപാടിയുണ്ട്. ഇനി അത് ചെയ്യാം. സാന്താക്ലോസിൻ്റെ ക്യാപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്കതിന് വേണ്ടിയിട്ടൊരു A4 ഷീറ്റിൽ നിന്നൊരു 10x10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു റെഡ് പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പറിന് ക്യാപ്പാക്കി മാറ്റാൻ പോകണം. അതിനുവേണ്ടി നമ്മൾ ഈ രീതിയിൽ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെയ്യേണ്ടത് ഇതിന് നടുക്ക് വെച്ച് മടക്കിയതിന് ശേഷം ഈ രീതിയിലൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ ഈ രീതിയിൽ ചുരുട്ടിയെടുത്താണ് ക്യാപ്പ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുക. ഈ രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുക. ഇതിൻ്റെ ഈ സൈഡ് ഷേപ്പായിട്ട് വെട്ടിയെടുക്കുക. അതിൻ്റെ ക്യാപ്പായിട്ടുണ്ട്. ഇനി ഈ ക്യാപ്പിന് ചെറിയൊരു ഡിസൈൻ കൊടുത്ത് അതിൻ്റെ ബോർഡർ കൊടുത്ത് കുറച്ചും കൂടെ ഒന്ന് സ്റ്റൈലാക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു യെല്ലോ A4 ഷീറ്റിൽ നിന്ന് കുറച്ച് ഒരു സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു പേപ്പറാണ്. ഇങ്ങനെ ഒരു റിങ് ഉണ്ടാക്കി നമ്മൾ ഇവിടെ ഒട്ടിക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ഇത് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കുക. ക്യാപ്പിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 2 കൈയുടെ വർക്കും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യാം. ഈ 2 കൈ ഉണ്ടാക്കാനായിട്ട് അതൊരു ഏകദേശം 5 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പേപ്പർ എടുക്കുക. അതിന് നേരെ നടുക്ക് 2ആയിട്ട് മടക്കുക. 2ആയിട്ട് കത്രി വെച്ചിട്ട് ഇതിനെ 2ആയിട്ട് എടുക്കുക. ഈ പേപ്പറിനെ ഇതിൻ്റെ നടുക്ക് ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു കോൺ പോലെ തന്നെ മടക്കിയെടുക്കുക. ഈ രീതിയിൽ മടക്കിയെടുക്കുക. ഇത് മടക്കിയതിന് ശേഷം ഇതിനെ ഗ്ലൂ ചെയ്യുക. ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുക. രണ്ടാമത്തെ പേപ്പറും സെയിം ഇതുപോലെ തന്നെ എടുക്കുക. നടുക്ക് വെച്ച് മടക്കിയതിന് ശേഷം ഒരു കോൺ ഇതുപോലൊരു കോണാക്കി എടുത്തതിന് ശേഷം ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുക. ഇങ്ങനെ 2 ഭാഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഈ പോർഷനൊന്ന് നമ്മൾ ഷേപ്പ് ചെയ്യുക. ഇങ്ങനെ ആക്കുക. ഇതുപോലെ തന്നെ ഈ പോർഷൻ നന്നായിട്ട് ഷേപ്പാക്കി കൊടുക്കുക. അങ്ങനെ 2 എണ്ണത്തിൻ്റെയും ഭാഗങ്ങൾ ക്ലിയർ ആക്കി 2 കൈ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ തൊപ്പിക്ക് ബോർഡർ കൊടുത്ത പോലെ തന്നെ കൈക്കും ചെറിയൊരു യെല്ലോയുടെ ചെറിയൊരു പീസ് പേപ്പർ കൊണ്ട് ഒരു ബോർഡർ ഉണ്ടാക്കി കൊടുക്കുക. ബാക്കി എക്സസ് കട്ട് ചെയ്ത് കളയാം.
ഫ്രണ്ടും അതുപോലെ തന്നെ രണ്ട് കൈയുടെ ഭാഗങ്ങൾക്കും നമ്മൾ ബോർഡർ ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലൊരു ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടും. രണ്ട് കൈയും ഒരു ക്യാപ്പ് നമ്മളിപ്പോൾ നിലവിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മൂന്നിനും ഒരേ ഷേപ്പ് തന്നെയാണ്. നമ്മളത് ചെയ്യുമ്പോഴത്തേന് കറക്റ്റായി വന്നോളൂ. ബൾബ് ഉണങ്ങാൻ വെച്ചപ്പോൾ കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അടുത്ത ഡിസൈനിങ് പരിപാടികളൊക്കെ നമ്മൾ ബൾബിൽ ചെയ്യാൻ നോക്കുകയാണ്. ആദ്യമായിട്ട് മുഖമാണ് ആദ്യം ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഭാഗത്ത് നമ്മളതിന് മുഖം ചെയ്യാൻ പോവുകയാണ്. ആദ്യം വരയ്ക്കുന്നത് നമ്മൾ ഒരു കണ്ണ് വരച്ചു കൊടുക്കുക. നമ്മളിലുള്ള ഒരു മാർക്കർ വെച്ച് കണ്ണ് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് രണ്ട് പിരികം ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി കോട്ടണിൽ നിന്ന് രണ്ട് കോട്ടൺ പീസ് പിരികത്തിൻ്റെ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുക. മൂക്കിൻ്റെ ഭാഗം ചെയ്യാൻ വേണ്ടി ഞാനൊരു കോട്ടൺ പീസ് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അത് മൂക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഈ കോട്ടൺ പീസ് വെച്ച് നമ്മളതിന് മീശ, ക്രിസ്മസ് ഫാദറിന് മീശ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് മീശയുടെ പൊസിഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. മീശ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് താടിയുടെ ഭാഗമാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മളൊരു കോട്ടൺ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തടിയുടെ ഷേപ്പിൽ കോട്ടൺ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കും. ഈ ഷേപ്പിൽ ഇതിനെ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അടുത്തതായി ഇതേപോലെ ഷീറ്റിൽ നിന്ന് ഇതുപോലെ ഒരു പേപ്പർ കട്ട് ചെയ്ത് 1 സെൻറ്റിമീറ്ററിൻ്റെ വീതിയുള്ളൊരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ക്രിസ്മസ് ഫാദറിൻ്റെ ബെൽറ്റിൻ്റെ ഷേപ്പിൽ നമ്മൾ ഒട്ടിക്കുകയാണ്. ഇങ്ങനെ ഈ ഷേപ്പിൽ നമ്മൾ ഒട്ടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു ബെൽറ്റും ക്രിസ്മസ് ഫാദറിന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് രണ്ട് കൈയുടെ ഷേപ്പ് ഒട്ടിക്കണം. പിന്നെ ക്യാപ്പ് വെക്കണം. അടുത്തതായി നമ്മൾ കാലിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്കൊരു ബേസ്ബോൾ ഷീറ്റ് എടുക്കുക. അതിൽ കാലിൻ്റെ ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. കാർഡ്ബോർഡ് നമ്മൾ ഈ രീതിയിലുള്ളൊരു ഷേപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊരു ബ്ലാക്ക് കളറ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബേസ്മെൻ്റാക്കി നിർത്തി ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്രിസ്മസ് ഫാദറിനെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഗ്ലൂ ചെയ്തതിന് ശേഷം ക്രിസ്മസ് ഫാദറിനെ നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കാല് കൊടുത്ത് നമ്മളതിനെ സ്റ്റാൻഡ് ചെയ്ത് നിർത്തി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് രണ്ട് കൈ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകണം. രണ്ട് കയ്യിലും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളത് ഒട്ടിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് ആദ്യത്തെ കൈയും രണ്ടാമത്തെ കൈ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അഗൈൻ ഈ ഭാഗത്തായിട്ട് രണ്ടാമത്തെ കൈ ഒട്ടിക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ഫാദറിൻ്റെ ക്യാപ്പ് ഫിക്സ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം പതുക്കെ ക്യാപ്പ് എടുത്ത് ഫിക്സ് ചെയ്യുക. ക്യാപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാപ്പിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചെരിക്കുക. അടങ്ങിക്കിടക്കുന്ന പോലെ നമ്മളിങ്ങനെ ചെരിക്കും. ഇതിൽ മടക്കിയെടുക്കുക. അതങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് നമ്മളിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. ആ ഷേപ്പിൽ തന്നെ അത് ഇരുന്നോളും. അതിനുവേണ്ടിയാണ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്.
അപ്ലൈ ചെയ്ത് മടക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ എക്സസ് ആയി നിൽക്കുന്ന ഈ പോർഷൻ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ഈ മൂക്കിന് ഉപയോഗിച്ച പോലെ തന്നെ കോട്ടൺ കൊണ്ടൊരു ബോൾ ഉണ്ടാക്കി ഇവിടെ ഫിക്സ് ചെയ്യുന്നു. കൈകളിലെ രണ്ടിലും അതുപോലെ തന്നെ കോട്ടൻ്റെ ബോൾ ഉണ്ടാക്കി ഫിക്സ് ചെയ്യുന്നു. ഇതുപോലൊരു കോട്ടൻ്റെ ബോൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ക്യാപ്പിൻ്റെ ഈ ഭാഗത്ത് ഗ്ലൂ ഫിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ കോട്ടൺ ബോൾ ഇവിടെ ഫിക്സ് ചെയ്യുക. ഈ ഷേപ്പിൽ 2 കോട്ടൻ്റെ പീസ് നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുക. ഇതെടുക്കുക, ഈ കൈയുടെ ഈ ഗ്യാപ്പ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ ഗ്യാപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ കയറ്റി കുറച്ച് വെളിയിലോട്ട് കാണത്തക്ക രീതിയിൽ ഫിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രിസ്മസ് ഫാദർ റെഡി. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഫാദർ റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ക്രിസ്മസ് ഫാദറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.